ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ മാർക്കറ്റ് സ്ട്രക്ചർ, ഓർഡർ ബ്ലോക്ക് എന്നതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി രീതിയിലാണ് നമ്മൾ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളൊരു തുടക്കക്കാരനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ്, അതുപോലെ തന്നെ അതിലെങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, പ്ലസ് ഓർഡർ ബ്ലോക്ക് എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ വരക്കുന്നത്, എന്തൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത് എന്നതിനൊക്കെ പറ്റി ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കവർ ചെയ്യുന്നത് ഫസ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് നോക്കുന്നത്. രണ്ടാമത്തേത് സ്വിങ് ഹൈ ആൻഡ് ലോസ്. മൂന്നാമത്തേത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആൻഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. നാലാമത്തേത് ഓർഡർ ബ്ലോക്സിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അഞ്ചാമത്തേത് സ്പോട്ടിംഗ് ഓർഡർ ബ്ലോക്സ്, അതായത് ഓർഡർ ബ്ലോക്സ് എങ്ങനെയൊക്കെയാണ് റിയൽ ടൈം ചാർട്ടിൽ എങ്ങനെയാണ് നോക്കുന്നത് എന്നതിനെ അത് ഫുള്ളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. ആറാമത്തേത് ഇന്നത്തെ ടോപ്പിക്കിൽ ഫുള്ളായിട്ട് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ക്വിക്ക് റീക്യാപ്പ് ഉണ്ടാവും. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് പ്രൈസ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടല്ല മാർക്കറ്റിൽ മൂവ് ചെയ്യുന്നത്. അത് ഇതുപോലെ ഒരു സ്വിങ് ഹൈ സ്വിങ് ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ് ട്രെൻഡുള്ള സമയത്ത് ആ ഒരു പ്രൈസ് മൂവ് ചെയ്യുന്നത് ഒരു ലോ ക്രിയേറ്റ് ചെയ്യും, അതിനുശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യും, അതിനുശേഷം വീണ്ടും ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യും, അതിനുശേഷം വീണ്ടും ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഈ ഒരു പാറ്റേണിലാണ് അപ് ട്രെൻഡായിട്ടുള്ള മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അല്ലാതെ പ്രൈസ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടല്ല മൂവ് ചെയ്യുന്നുണ്ടാവുക. അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊരു ബേസിക് ആയിട്ടുള്ള റൂളാണ്. പ്രൈസ് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈനായിട്ട് മൂവ് ചെയ്യില്ല. അതെപ്പോഴും ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ളൂ മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡ്. അതായത് നമ്മൾ അപ് ട്രെൻഡിൽ നോക്കിയ സമയത്ത് ഹയർ ഹൈ ഹയർ ലോസ് ആയിരുന്നു. ഇനി ഡൗൺ ട്രെൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ഹൈ ലോവർ ലോസ് ആയിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടാവും. ഫസ്റ്റ് ഒരു ഹൈ ഫോം ചെയ്തു, അതിനുശേഷം ഒരു ലോ, പിന്നെ ഒരു ലോവർ ഹൈ, പിന്നൊരു ലോ, പിന്നൊരു ലോവർ ഹൈ, പിന്നൊരു ലോവർ ലോ. ഈ ഒരു പാറ്റേണിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ ഒരു ട്രെൻഡിനെ എന്ത് പറയുന്നു? ഡൗൺ ട്രെൻഡ് എന്നാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് മാർക്കറ്റ്, അതായത് പ്രൈസ് അടിയിലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് റേഞ്ച് മാർക്കറ്റ്. ഈ ഒരു മാർക്കറ്റിൽ പ്രൈസ് മുകളിലോട്ടും പോവില്ല, അതുപോലെ തന്നെ അടിയിലോട്ടും പോവില്ല. പ്രൈസ് എല്ലാ സമയത്തും ഒരു ഏരിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു ഏരിയയിൽ ലോയിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു റേഞ്ചിലായിരിക്കും പ്രൈസ് എന്തുണ്ടാവുക, എപ്പോഴും മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് റേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചറിൽ 3 ടൈപ്പ് ആയിട്ടുള്ളതുണ്ട്. ഒന്ന് വരുന്നത് അപ് ട്രെൻഡ്, അത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേത് വരുന്നത് ഡൗൺ ട്രെൻഡ്, മൂന്നാമത്തേത് വരുന്നത് റേഞ്ച് മാർക്കറ്റ്. ഓക്കെ, ഇനി നമുക്കിതൊരു അടുത്തത് വരുന്നത് സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോസ്. ഈ സ്വിങ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സ്വിങ് ഹൈ. ഇതാണ്, അതായത് ഹയർ ഹൈ വരുന്ന ഏരിയനെയാണ് സ്വിങ് ഹൈ എന്ന് പറയുന്നത്. എ ക്യാൻഡിൽ വിത്ത് ഹയർ ഹൈ ഓർ ലോവർ ഹൈ പോസ്റ്റ് ലോക്കൽ പീക്ക് വേർ പ്രൈസ് പോസ്റ്റ് ഓർ റിവേഴ്സ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഓരോ ഹൈ ഏരിയ തന്നെയാണ് നമ്മൾ സ്വിങ് ഹൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഓരോ ലോസിനെ എന്ത് പറയുന്നു? സ്വിങ് ലോ എന്ന് പറയുന്നു. അപ്പോൾ ഈ കാണുന്നത് സ്വിങ് ലോ, ഈ കാണുന്നത് സ്വിങ് ഹൈ. അപ്പോൾ ഇവിടെ ഈ അപ് ട്രെൻഡിലാവുന്ന സമയത്ത് സ്വിങ് ലോ ഇതായിരിക്കും. ഓക്കെ, ഇനി നമുക്കിത് റിയൽ മാർക്കറ്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഇതൊരു അപ് ട്രെൻഡിൻ്റെ എക്സാമ്പിളാണ് കാണിക്കുന്നത്. അപ് ട്രെൻഡിൽ ഫസ്റ്റ് ഇവിടെ ഒരു സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഒരു സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോ ടു ഹൈ ഫോം ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് ഒരു ഹയർ ലോ ഫോം ചെയ്തു. ആ ഒരു സമയത്ത് റിട്രേസ്മെൻറ്റ് വന്നു, അതിനുശേഷം വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം പ്രൈസ് വീണ്ടും മുകളിലോട്ട് പോയി. വീണ്ടും പ്രൈസ് ഒരു ഹയർ ലോ ഫോം ചെയ്തു, റിട്രേസ്മെൻറ്റ് വന്നു, വീണ്ടും പ്രൈസ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, എക്സ്പാൻഷൻ നടന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു പ്രൈസിൻ്റെ ഒരു ഫ്ലോ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഡൗൺ ട്രെൻഡ് ഫസ്റ്റ് ഇവിടെ ഒരു ഹൈ ഫോം ചെയ്തു, അതിനുശേഷം ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പ്രൈസ് ഇങ്ങോട്ട് അടിയിലോട്ട് വന്നു, അതിനുശേഷം ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു റിട്രേസ്മെൻറ്റ് നടന്നോട്ടെ, അതിനുശേഷം പ്രൈസ്
വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ അടിയിലോട്ട് പോയി. വീണ്ടും ഒരു റിട്രേസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും പ്രൈസ് എന്ത് സംഭവിക്കുകയാണ്, ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ഒരു റിട്രേസ്മെൻറ്റിന് വേണ്ടി ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും റിട്രേസ്മെൻറ്റിന് ഒരു ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു പാറ്റേണിലാണ്, അതായത് ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ, ഈ ഒരു പാറ്റേണിലാണ് ഡൗൺ ട്രെൻഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ അല്ലേ? അതിനുശേഷം നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസ് കണ്ടിന്യൂവേഷൻ ആയിട്ട് അപ് ട്രെൻഡ്, ഇപ്പോൾ നമ്മൾ അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും പഠിച്ചു. അപ്പോൾ ഈ അപ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആയിട്ട് പോകുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുമ്പോഴാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ വീണ്ടും ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. അതിന് ശേഷം മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു പ്രൈസ് പ്രീവിയസ് ഉണ്ടായിരുന്ന ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഈ ഒരു ഏരിയനെയാണ് എന്ത് പറയുന്നത്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഏരിയനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലായോ? ഇത് അപ് ട്രെൻഡിൻ്റെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. ഇനി നമ്മൾ ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകുന്ന സമയത്ത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എങ്ങനെയാണ് നോക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം പ്രീവിയസ് ഉണ്ടായിരുന്ന ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്ന ഈ ഒരു ടൈമിനെയാണ് എന്ത് പറയുന്നത്, ആ ഒരു പ്രോസസ്സിനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് റിയൽ ടൈം ചാർട്ടിൽ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. അതായത് പ്രൈസ് നമ്മൾ പഠിച്ചു, മാർക്കറ്റ് ഒന്നല്ലാന്നുണ്ടെങ്കിൽ അപ് ട്രെൻഡ് പോകുന്നുണ്ടാവും, അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡ് അല്ലേ. അപ്പോൾ ഈ ഒരു അപ് ട്രെൻഡിൽ നിന്ന് പ്രൈസ് ഡൗൺ ട്രെൻഡിലോട്ട് മാറുന്ന ഈ ഒരു ടൈമിനെയാണ്, ഈ ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് എന്ത്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് രണ്ട് ടൈപ്പ് ഓഫ് ഷിഫ്റ്റ് വരുന്നുണ്ട്. ഒന്ന് അപ് ട്രെൻഡിൽ നിന്ന് ഡൗൺ ട്രെൻഡിലോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡിലോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഷിഫ്റ്റിനെ ആ ഒരു പാറ്റേൺ ആണ് ഞാനിവിടെ ഡ്രോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാറ്റേൺ നിങ്ങൾ നോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മൈൻഡിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ഒരു പാറ്റേൺ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ മാർക്കറ്റ് ലെറ്റ്സ് അപ് ട്രെൻഡിൽ നിന്ന് ഡൗൺ ട്രെൻഡിലോട്ട് പോകുന്നു, അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡിലോട്ട് പോകുന്നു എന്നതിനൊക്കെ പറ്റില്ല, നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി വരും. ഓക്കെ, ഇവിടെ ഇതൊരു ലോ ആണ്, ഇതൊരു ഹൈ ആണ്. വീണ്ടും ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഇവിടെ എന്താ ഉപയോഗിച്ചു, ഈ ഒരു ഹൈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ നടന്നിട്ട് വീണ്ടും ഇവിടെ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പ്രൈസ് കണ്ടിന്യൂഷൻ ആയിട്ടൊരു ഡ്രോപ്പാണ് സംഭവിക്കുന്നത്, അതായത് ഒരു സെല്ലിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുകയാണ്, ഇവിടെ ഈ ഒരു ലോ ഷിഫ്റ്റ് ചെയ്തിട്ട് പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന ഏരിയനെയാണ് എന്ത് പറയുന്നത്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് അപ് ട്രെൻഡിൽ നിന്ന് ഡൗൺ ട്രെൻഡിലോട്ട് പോകുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഡൗൺ ട്രെൻഡിൽ നിന്ന് എങ്ങനെയാണ് അപ് ട്രെൻഡിലോട്ട് പോകുന്നത് എന്നുള്ള പാറ്റേൺ ആണ്. അതായത് ഫസ്റ്റ് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഈ ഒരു ലോ എന്ത് സംഭവിക്കുകയാണ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ സംഭവിച്ചു. അതിനുശേഷം വീണ്ടും ഒരു പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു. പിന്നെ പ്രൈസ് സംഭവിക്കുന്നത് ഒരു ഹ്യൂജ് റാലിയാണ് സംഭവിക്കുന്നത്, അതായത് ഒരു ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിനെ പുഷ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത്, അവിടെ പ്രീവിയസ് ഉണ്ടായിരുന്ന ലോവർ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാണ് പ്രൈസ്. അപ്പോൾ ഈ ഒരു ലോവർ ഹൈ ചേഞ്ച് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഇവിടെ എന്ത് ട്രെൻഡാണ് സംഭവിക്കുന്നത്, ഇവിടെ ഡൗൺ ട്രെൻഡ് മാറിയിട്ട് പ്രൈസ് അപ് ട്രെൻഡിലോട്ട് പോവുകയാണ്. മനസ്സിലായല്ലോ? ഇത് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ റിയൽ ചാർട്ട് വരുന്നതെന്ന്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചാർട്ടിൽ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു ഹൈ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ഹയർ ലോ ഫോം ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു ഹയർ ഹൈ. അപ്പോൾ ഈ ഒരു ഇവിടെ ഉണ്ടായിരുന്ന പ്രീവിയസ് ഉണ്ടായിരുന്ന ഈ ഹൈനെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതേ വീണ്ടും പ്രൈസ് എന്ത് ചെയ്യാണ്, ഒരു ഹൈ ഫോം ചെയ്തു, ഒരു ലോ ഫോം ചെയ്തു, റിട്രേസ്മെൻറ്റ് നടന്നു, ദെൻ വീണ്ടും പ്രൈസ് കണ്ടിന്യൂഷൻ ആയിട്ട് മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ വീണ്ടും എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു ഹൈ വീണ്ടും ഇവിടെ ബ്രേക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈന് വരച്ച് അവിടെ മെൻഷൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതിനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എക്സാമ്പിളായിട്ട് അപ് ട്രെൻഡിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഡൗൺ ട്രെൻഡിൽ വരുന്ന ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെ ഒരു ലോ ഫോം ചെയ്തു, പിന്നെ ഇവിടെ ഒരു ഹൈ ഫോം ചെയ്തു, പിന്നെ പ്രൈസ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നു. ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും പ്രൈസ് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും പ്രൈസ് ആ ലോവർ ഹൈയിൽ നിന്നൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ദെൻ വീണ്ടും ഇവിടെ ഒരു പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും പ്രൈസ് റിട്രേസ്മെൻറ്റ് നടന്നു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, പ്രൈസ് വീണ്ടും എന്താ ചെയ്യുന്നത്? വീണ്ടും ഒരു ലോവർ ലോ ഫോം ചെയ്തു. അപ്പോൾ വീണ്ടും ഇവിടെ പ്രൈസ് ഈ ലോവർ ലോ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഒരു ഡൗൺ ട്രെൻഡിലുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ എക്സാമ്പിളാണ്. അത് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് എങ്ങനെയാണ് പ്രൈസ് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് മാറിയിട്ടും അതുപോലെ തന്നെ അപ്പ് ട്രെൻഡിലോട്ട് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഇതൊരു ഡൗൺ ട്രെൻഡാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഡൗൺ ട്രെൻഡ് മാറിയതിന് ശേഷം ഇവിടെ ഒരു പ്രൈസ് മുകളിലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ സംഭവിക്കുന്ന ഈ ഒരു ഏരിയനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ലോ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഇവിടെ ഇതൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. പ്രൈസ് എന്ത് സംഭവിക്കുകയാണ്? പ്രൈസ് ഇവിടെ ഒരു ഹയർ ഹൈ ഫോം ചെയ്തു, അതിനുശേഷം ഒരു റിട്രേസ്മെൻറ്റ് വന്നു, പിന്നെ വീണ്ടും പ്രൈസ് കണ്ടിന്യൂഷൻ ആയിട്ട് മുകളിലോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡൗൺ ട്രെൻഡ് മാറി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. അതിനുശേഷം ഇവിടെ എന്താവുകയാണ്? ബയ്യർ വന്നിട്ട് ഒരു അപ് ട്രെൻഡ് ഫോം ചെയ്തു. ഓക്കെ, അതാണ് ഇവിടെ ഈ കാണിക്കുന്നത്. ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡിലോട്ട് പോകുന്ന ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് എങ്ങനെയാണ് അപ് ട്രെൻഡിലോട്ട് പോകുന്നത്, അപ് ട്രെൻഡിൽ നിന്ന് എങ്ങനെയാണ് ഡൗൺ ട്രെൻഡിലോട്ട് പോകുന്നതിൻ്റെ ഒരു ഷിഫ്റ്റ്മെൻറ്റ് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പ്രൈസ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു ലോവർ ലോ, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ വീണ്ടും ഒരു ഹയർ ലോ, വീണ്ടും പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ, അതിനുശേഷം ഈ ഒരു ലോ ഏരിയ എന്ത് ചെയ്യാണ്? പ്രൈസ് അടിയിലോട്ട് പോവാണ്. അതായത് അപ് ട്രെൻഡ് പോയിട്ടുണ്ടായിരുന്ന മാർക്കറ്റ് അതിനുശേഷം ഇവിടെ സെല്ലേഴ്സ് വന്നിട്ട് പ്രൈസിന് എന്ത് ചെയ്യാണ്? അവർ മാർക്കറ്റിന് അടിയിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചു, ഇവിടെ ഒരു പുതിയൊരു ലോ ഫോം ചെയ്തു, അതിനുശേഷം ഒരു റിട്രേസ്മെൻറ്റ് നടന്നു, അതിനുശേഷം വീണ്ടും കണ്ടിന്യൂഷനായിട്ട് മാർക്കറ്റ് ഡൗൺ പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഒരു മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഷിഫ്റ്റ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എവിടെയാണ് സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഒരു ഷിഫ്റ്റ് നടന്നതിന് ശേഷം പിന്നെ നമ്മൾ ഒരിക്കലും ആ ഒരു മാർക്കറ്റിൽ ബയ്യറല്ല വരുന്നത്. സോ നമ്മളിവിടെ ബൈ എൻട്രി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ഷിഫ്റ്റ് നടന്നതുകൊണ്ട് ഇവിടെ സെല്ലിംഗ് എൻട്രീസ് ആണ്, ഷോർട്ട് എൻട്രീസ് ആണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടി വരിക. ഓക്കെ, നേരെ മറിച്ച് ഈ ഒരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ബൈയിങ് സെറ്റപ്സ് ആണ് വരുന്നത്. കാരണം പ്രൈസ് കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു ഹയർ ലോ ഹയർ ഹൈ ഫോം ചെയ്തിട്ട് പ്രൈസ് മുകളിലോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പാറ്റേൺ രീതിയിൽ അവിടെ ബൈ എൻട്രീസ് നോക്കാം. പക്ഷേങ്കിൽ ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നടന്നുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ സെൽ എൻട്രീസ് ആണ് വാലിഡ് ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക്